നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. താങ്ക് ഗോഡ് ആ കളി ക്യാൻസൽ ചെയ്തത് നന്നായി. ഫൈനലിസിമ ഇതുപോലെ കളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തോറ്റേനെ, പൊട്ടിയേനെ. പറയുന്നത് എമിലിയാനോ മാർട്ടിനസ് ആണ്. ഇപ്പോൾ മൗറിത്താനിയക്കെതിരെയുള്ള കളി 1-2 അർജൻറ്റീന വിജയിച്ചത്. ആ കളിക്ക് ശേഷം ടീമിനെ വിലയിരുത്തുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. TYC സ്പോർട്സ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വലിയ വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾ ഫൈനലിസിമ കളിക്കാതിരുന്നത് നന്നായി. ഇതുപോലെയാണ് കളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടേനെ. ഞങ്ങൾ കളിച്ച ഏറ്റവും മോശമായിട്ടുള്ള മത്സരങ്ങളിൽ ഒന്നാണിത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ദിബു പറയുന്നു, പ്രിറ്റി വീക്ക് ടു ബി ഓണസ്റ്റ്. ഞങ്ങൾ കളിച്ച ഫ്രണ്ട്ലികളിൽ കളിച്ച ഏറ്റവും മോശം ഗെയിമുകളിൽ ഒന്നാണിത്. ഇൻറ്റൻസിറ്റി ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു. ആ ഒരു കൊഹേഷൻ, ഒത്തൊരുമയൊക്കെ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു. ആ സ്പീഡ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും അനലൈസ് ചെയ്യേണ്ടതാണ്. നാഷണൽ ടീമിൻ്റെ ജേഴ്സി അണിയുമ്പോൾ ഇതിനേക്കാൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഞാൻ എങ്ങനെ ഇടപെടണം എന്ന ആവശ്യം വന്നപ്പോൾ സേവുകളുമായിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവരെ ഞങ്ങൾ ഒരുപാട് അറ്റാക്ക് ചെയ്തു. പക്ഷേ ഞങ്ങൾ വിജയിച്ചു. എതിരാളികളെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഫൈനലിസിമയുടെ കാര്യം, താങ്ക് ഗുഡ്നസ് അത് ക്യാൻസൽ ചെയ്തത് നന്നായി. ഇതുപോലെയാണ് ഞങ്ങൾ കളിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ തോറ്റുപോയേനെ. പിന്നെ അടുത്ത വേൾഡ് കപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് ഇതുപോലെ ആയിരുന്നല്ലോ. ഞങ്ങളത്ര വലിയ മാച്ചുകളൊന്നും അതിനു മുമ്പ് കളിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ ടൂർണമെൻറ്റിൽ ഗ്രേറ്റ് ആയിട്ട് പെർഫോം ചെയ്തു. 1 ഗെയിം അറ്റ് എ ടൈം എന്ന രൂപത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ കാണുന്നത്. ഞങ്ങൾക്കതിൽ എക്സ്പീരിയൻസ് ഉണ്ട് മുന്നോട്ട് പോകാനുള്ള. അത് തന്നെ ഇത്തവണയും ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണിപ്പോൾ കൃത്യമായിട്ട് എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞത്. തീർച്ചയായിട്ടും എമിലിയാനോ മാർട്ടിനസ് കൃത്യമായ ബോധ്യമുണ്ട്. ഇതുപോലെ പോയി ഫൈനലിസിമ കളിച്ചിരുന്നെങ്കിൽ പൊട്ടി നാറിയേനെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.